18 19 വാക്യം. 1 തിമോഥെയോസ് 1:18-19 രണ്ടാമത്തെ കണ്ടീഷനാണ്, രണ്ടാമത്തെ നിബന്ധനയാണ് ഈ യുദ്ധത്തിൽ നാം പുലർത്തേണ്ട രണ്ടാമത്തെ നിബന്ധന. 1 തിമോഥെയോസ് 1:18-19. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ മതി വിശ്വാസത്തിന്റെ നിജപുത്രൻ എന്നൊക്കെയാണ് പൗലോസ് തിമോഥെയോസിനെ വിളിക്കുന്നത്. നിജപുത്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ശരിയായ പുത്രൻ എന്നാണ് പദത്തിന്റെ അർത്ഥം കേട്ടോ. ട്രൂ സൺ, അതാ ഇംഗ്ലീഷിൽ. വിശ്വാസത്തിന്റെ ശരിയായ പുത്രൻ. മറ്റു പലരും പുത്രത്വമൊക്കെ ആരോപിക്കുക, അല്ലെങ്കിൽ പുത്രനാണെന്നും പറഞ്ഞപ്പോ രംഗത്ത് വന്നേക്കാം അല്ലേ. അറിയപ്പെടുന്നവരുടെയോ പണമുള്ളവരുടെയോ ഒക്കെ മക്കളാ ഞങ്ങൾ എന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് പലരും ചിലപ്പം അവകാശവാദം മുഴക്കി എഴുന്നേറ്റ് വരാം. അപ്പൊ അതൊക്കെ വ്യാജമാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ഇപ്രാവശ്യം വീണ്ടും രംഗത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഇവിടെയും ചിലർ എഴുന്നേറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ മകനാന്നൊക്കെ പറഞ്ഞ് അവകാശവാദങ്ങൾ മുഴക്കി വന്നിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുമുണ്ട്. അദ്ദേഹം അറിയാതെ എങ്ങനെ അങ്ങനെ ഒരു മകനുണ്ടാകുന്നത്. പൗലോസ് പറഞ്ഞത് അങ്ങനെ ഇല്ലീഗൽ സൺ അല്ല, നിയമപരമല്ലാതെ ഉണ്ടായതല്ല. എനിക്ക് എന്റെ കൃത്യം നിയമപരമായി ട്രൂ സൺ, എന്റെ നിജപുത്രനാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് അവനെ വിശ്വാസത്തിൽ ജനിപ്പിച്ചത്. ആ ഒരു പ്രാഗൽഭ്യം പൗലോസിനുണ്ട്. അത് കേൾക്കാൻ തിമോഥെയോസിന് വളരെ ഇഷ്ടവുമാണ്. നമ്മളെപ്പോഴും നമ്മളെ ആത്മീയമായി ജനിപ്പിച്ചവർ അഥവാ നമ്മുടെ ആത്മീയ പിതാക്കന്മാരെ മറക്കരുത് കേട്ടോ. അവരെ ബഹുമാനിക്കണം. പറ്റുകയാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ പോയി അവരെ ഒന്ന് കാണുകയും ഒരു ചെറിയ പൊതിയൊക്കെ കൊടുത്തേച്ച് പോരുകയൊക്കെ ചെയ്യണം. ഈ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴിയാണ് ഞാനീ പറയുന്നത്. ഈ കുണം വന്ന് പോകാൻ നമ്മുടെ പെന്തിക്കോസിൽ ചില രീതിയുണ്ട്. അയ്യോ അതൊക്കെ തെറ്റാണെന്ന് അങ്ങനെയൊക്കെ ബഹുമാനിച്ച് അത് കർത്താവിനേക്കാൾ അധികം എന്റെ പൊന്നെ, അങ്ങനെയൊന്നും വേദപുസ്തകത്തിലില്ല. നമ്മള് സത്യം പറഞ്ഞ ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന നിരവധി ആളുകൾ, ചെറുപ്പക്കാരുണ്ട്. അതിൽ പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ കൊണ്ടുവന്ന നിരവധി ദൈവഭൃത്യന്മാർ ഇന്ന് പലയിടത്തുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ സ്കൂളുകളിൽ ഇപ്പോൾ 10-15 വർഷമായല്ലോ ഇങ്ങനെ ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പം ഓരോ വർഷവും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിച്ചു വിട്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പലയിടത്തുമുണ്ട്. അവരിൽ പലരും എന്നും വരുന്നൊന്നുമില്ല കേട്ടോ, കാശൊന്നും തരുന്നൊന്നുമില്ല. എന്നാലും വല്ലപ്പോഴും ഇടയ്ക്ക് കാണുമ്പോൾ അയ്യോ ഞങ്ങളുടെ ആത്മീയ പിതാവാണ്, എൻ്റെ അപ്പനാണ് എന്നൊക്കെ പറയുന്നത് നമുക്കും സന്തോഷമാണ്. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കും. അതവർക്ക് അനുഗ്രഹമാണ്. പൗലോസ് അതാ പറഞ്ഞ എൻ്റെ നിജപുത്രനാണ്. അതുകൊണ്ട് അവനോടൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം. അതെന്ന് പറഞ്ഞാൽ നേരത്തെ ചില പ്രവചനങ്ങൾ തിമോഥെയോസിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് ഈ പറയുന്നത്. അതിനൊത്തവണ്ണം ഈ ആജ്ഞ നിനക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഈ ആജ്ഞ, ഈ കമാൻഡ്, പരങ്കലിയ എന്ന് പറഞ്ഞൊരു പദമാണത് കേട്ടോ. ഈ ആജ്ഞ പരങ്കലിയ, അതൊരു പട്ടാള പദമാണ് എന്ന് പറഞ്ഞൊരു മിലിറ്ററി വേർഡാണ് ഈ പരങ്കലിയ. പരങ്കലിയ, ഈ ആജ്ഞ എന്ന് പറഞ്ഞ ഒരു പട്ടാള മേധാവി തന്റെ കീഴ്ഘടകത്തിന് കൊടുക്കുന്ന കമാൻഡുകളെ വിളിക്കുന്ന പേരാണ് ആജ്ഞ. ആജ്ഞ ആ പദമാണ്. കൃത്യം പദങ്ങളാണെന്നറിയോ പൗലോസ് പെറുക്കിയെടുത്ത് അങ്ങനെ കൊണ്ട് ഈ ഒരു മാലയിൽ മുത്തുകോർക്കുന്നത് പോലെയാണ് ഈ വേദപുസ്തകത്തിലെ ഓരോ പദങ്ങൾ. അത് ഈ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി എത്ര ഭയങ്കരമാണെന്നറിയാം. സോ ഐ ഗിവ് ദിസ് പാരങ്കലിയ, ദിസ് കമാൻഡ്. ഞാൻ ഈ കമാൻഡ് നിനക്ക് തരികയാണ്. ആ കമാൻഡ് നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായ ചില പ്രവചനങ്ങൾക്കൊത്തവണ്ണമാണ്.
എന്ന് പറഞ്ഞേച്ച് ആ ആജ്ഞ എന്താണ്? അത് താഴോട്ട് പറഞ്ഞത്, ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യും. കേട്ടോ, യുദ്ധസേവ, വാർഫെയർ. ആ പോരാട്ടം അല്ലെങ്കിൽ പോരാട്ടം, യുദ്ധസേവയെന്നോ പോരാട്ടമെന്നോ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാർഫെയർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്താ, എങ്ങനെ നീ യുദ്ധം ചെയ്യണം, എങ്ങനെ ഈ പോരാട്ടം നീ നടത്തണം? വിശ്വാസവും നല്ല മനസാക്ഷി. രണ്ട് കാര്യങ്ങൾ പൗലോസ് എടുത്ത് പറയുകയാണ്. വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസത്തിന്റെ നായകൻ എന്നുള്ളത് പറഞ്ഞപ്പോ നമ്മൾ കുറെ അധികം വിസ്തരിച്ചു. എനിക്ക് തോന്നുന്നു 2 ക്ലാസ്സോളം നമ്മൾ അതിനുവേണ്ടി വിനിയോഗിച്ചത് കൊണ്ട് ഞാൻ ഇനി അതിലേക്ക് വരുന്നില്ല. അപ്പോ ഈ വിശ്വാസമുണ്ടല്ലോ, വ്യക്തിപരമായി നമ്മളിൽ ഉള്ള വിശ്വാസം, അത് ഈ പോരാട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. ഇപ്പോഴും ചിലർക്ക് ഉള്ളിലൊരു തേങ്ങല, ഞാൻ ഈ വിശ്വസിക്കുന്നത് ശരിയാണോ? പെന്തിക്കോസുകാർ ചിലർ എന്നോട് വന്ന് ചോദിച്ചു, ദൈവം ഉണ്ടോ പാസ്റ്റർ? പെന്തിക്കോസുകാരാ, ദീർഘനാളുകളായി സാക്ഷ്യവും പറഞ്ഞ് കർത്തൃമേശ എടുത്ത് പിരിവും കൊടുക്കുന്ന ചില പെന്തിക്കോസ്തുകാര് എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്ത് പറഞ്ഞു, ദൈവം ഉണ്ടോ? ഇതൊക്കെ ശരിയാണോ? ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എങ്ങനെയാ വിശ്വാസിയായിരിക്കാൻ പറ്റുന്നത്? നമ്മുടെ വിശ്വാസം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഉറച്ചത് വിശ്വസിക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ചില വെല്ലുവിളികളൊക്കെ ചിലപ്പം തോന്നും, ചിലപ്പോൾ നമുക്ക് തന്നെ പിശാച് നമ്മളോട് ചോദിക്കുക, ഇതൊക്കെ വെറുതെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ചില രോഗങ്ങളും കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ആരുടെ മനസ്സിലേക്ക് പിശാച് ഈ ചോദ്യം എടുത്തിടുക, ഇതിനകത്തൊന്നും വലിയ കഥയില്ല, നീ കിടന്ന് സഹിക്കുന്ന കണ്ടില്ലേ, നീ കിടന്ന് അനുഭവിക്കുന്ന കണ്ടില്ലേ, ഒരു കഥയില്ല എന്ന് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെയും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ യേശു എനിക്ക് നല്ലവനാണ്. ആ വിശ്വാസം, അതുകൊണ്ട് ഞാനതങ്ങ് വിടുകയാണ്. അപ്പൊ നമ്മുടെ ആ വിശ്വാസം ഈ ആത്മീക പോരാട്ടത്തിൽ പ്രധാനമായ ഒരു ആയുധമാണ്, അല്ലേ? വിശ്വാസം എന്ന് പരിചയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു. യുദ്ധത്തില് സർവായുധ വർഗങ്ങളെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ 6:12 തൊട്ട് താഴോട്ട് പറയുന്നിടത്താണ് പൗലോസ് പറയുന്നത് വിശ്വാസം എന്ന പരിചയം. ഈ യുദ്ധത്തിലെ പരിചയമാണ് നമുക്ക്. നിങ്ങൾക്കറിയാം, പരിചയം എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിനുള്ള കവചമാണ്. ശത്രുവിന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കാൻ തക്കവണ്ണം ശത്രു നമുക്കെതിരെ ഇത്തരം സംശയങ്ങളുടെ, രോഗങ്ങളുടെ, ദാരിദ്ര്യത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, ഞെരുക്കങ്ങളുടെ ഒക്കെ ആഗ്നേയാസ്ത്രങ്ങൾ, തീയമ്പുകൾ നമുക്കെതിരെ ഉതിർക്കുമ്പോൾ അതിനെ കെടുക്കുന്നത് വിശ്വാസം എന്ന ഈ പരിചയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വളരെ പ്രധാനമാണ് ഈ ആത്മീക പോരാട്ടത്തിൽ. നമ്മൾ കുറഞ്ഞു പോകരുതേ. 2 ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, നല്ല മനസാക്ഷി, എ ഗുഡ് കോൺഷ്യൻസ്. കോൺഷ്യൻസ്, ഈ കോൺഷ്യൻസ് എന്ന പദം ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ, കോൺഷ്യൻസ് എന്ന് എഴുതിയിരിക്കുന്ന പദം തന്നെ 2 ലത്തീൻ പദങ്ങൾ ചേർന്നതാണ്. ഈ കോൺഷ്യൻസ് എന്ന് പറഞ്ഞാല് കോൺ സയോ SCIO, കോൺ സയോ, ഈ 2 പദങ്ങൾ ചേർന്നാണ് ഇംഗ്ലീഷിൽ തന്നെ ഈ കോൺഷ്യൻസ് വന്നിരിക്കുന്നത്. അതേ ആശയം തന്നെയാണ് മൂലഭാഷയിലും ഈ ഗ്രീക്കിലും കിടക്കും. നമ്മൾ വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഭാഷയിലും അത് തന്നെയാണ്. കാൺ എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം വിത്ത് എന്ന് പറയല്ലോ, കൂടെ, അല്ലേ? വിത്ത്, കൂടെ. സയോ SCIO, സയോ എന്ന് പറഞ്ഞാൽ നോ, അറിയുക.
അറിയുക എന്നുള്ളതിന്റെ ലത്തീൻ പദമാണ് സയോ. അതിൽ നിന്നൊക്കെ ഈ സയൻസ് ഒക്കെ വന്നത്. സയൻസിന്റെ അർത്ഥം അറിവെന്ന്. സയോ. അപ്പോ കാൺ സയോ എന്ന് പറഞ്ഞാൽ കൂടെ അറിയുക, കൂടെ അറിയുക. ഏതാണ്ട് അത് തന്നെയാണ് ഗ്രീക്കിലും. ഗ്രീക്കിൽ മനസാക്ഷി എന്നുള്ളതിന് സുനൈഡസിസ്, സുനൈഡസിസ് എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഇത് തന്നെയാണ് അർത്ഥം. സുനൈഡസിസ് എന്ന് പറഞ്ഞ നോ ടുഗദർ, കൂടെ അറിയുക. അതുകൊണ്ടാണ് ഞാൻ ആ ഇംഗ്ലീഷ് പദം ഒന്ന് അനലൈസ് ചെയ്തത്. സുനൈ ഡെസിസ് എന്ന് പറഞ്ഞ നോ ടുഗദർ, കൂടെ അറിയുക. അതെന്താ അങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ റോമാലേഖനത്തില് 2-ാം അധ്യായത്തിലെ ആ വാക്യം, മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതിന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. റോമർ 2-ന്റെ ഒന്നുകൂടെ തൊട്ടേച്ച് പോകാം. റോമാലേഖനം 2:14 ആ വാക്യം ഒന്നുകൂടെ വായിച്ചാലും 14, 2:14. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ഞാനത് നിങ്ങളോട് പറഞ്ഞു. ന്യായപ്രമാണം ദൈവം കൊടുത്തത് യഹൂദന് മാത്രമാണ്. പഴയകാലത്ത്, ആ പഴയ നിയമകാലത്തിന്റെ കാര്യം ഈ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച്, ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അതുകൊണ്ട് ഈ ന്യായപ്രമാണം എങ്ങനെയായിരുന്നു, ആർക്കാണെന്നൊക്കെ പൗലോസ് വിശദീകരിച്ചു വരിക. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഇത് പഴയ നിയമകാലത്തെ കുറിച്ചുള്ളതാണ് ഈ വിവരണം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തിട്ടില്ല. എത്രയോ ജാതികൾ ഈ ലോകത്ത് പാർത്തിരുന്നു അന്ന്. പക്ഷെ ദൈവം ന്യായപ്രമാണം കൊടുത്തത് യഹൂദൻ എന്ന് പറഞ്ഞ ഒരു ജനത്തിന് മാത്രമാണ്. ഇസ്രായേൽ, അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾക്ക് മാത്രമാണ് ന്യായപ്രമാണം കൊടുത്തത്. അവർ മരുഭൂമിയിൽ കൂടെ വരുമ്പോൾ സീനായി കൊടുമുടിയുടെ മുകളിലേക്ക് മോശയെ വിളിച്ച് ഈ ന്യായപ്രമാണം അവർക്ക് കൊടുക്കുകയായിരുന്നു. ആ ന്യായപ്രമാണമാണ് നമ്മൾ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ വായിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ആരാധിക്കണം എന്നെല്ലാം പറഞ്ഞ് കൃത്യമായ വ്യവസ്ഥകൾ ജീവിതത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ന്യായപ്രമാണം. പക്ഷെ ഇത് യഹൂദനേ ഉള്ളൂ. കാരണം യഹൂദനല്ലേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നീ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് യഹൂദനോടെ ദൈവം ചോദിക്കുവോളൂ. ജാതിയോട് ദൈവം ചോദിക്കുവോ, നീ എന്നാ ന്യായപ്രമാണം പാലിക്കാത്തതാണ്? കാരണം അവന് കൊടുത്തിട്ടില്ലല്ലോ. ഈ കൊടുക്കാത്തത് എങ്ങനെയാ അവൻ പാലിക്കുന്നേ? അന്ന് യഹൂദന് മാത്രമല്ലേ. അപ്പൊ നമ്മൾ ഓർക്കുന്ന അതുകൊണ്ട് ജാതികളെല്ലാം ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല, അവർക്ക് എങ്ങനെയും ജീവിക്കാം. അല്ല, അതാ ഇവിടെ പറഞ്ഞത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, യഹൂദന്മാരല്ലാത്ത ആളുകൾ ന്യായപ്രമാണത്തിലുള്ളത്, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നു. മറ്റവർക്കായി എഴുതി കിട്ടിയിരിക്കുന്ന തോറയുണ്ട്. അത് കല്ലിൽ എഴുതി തുടങ്ങി അവസാനം കളിമൺ പലകകളിലും തോൽ ചുരുളുകളിലും ഒക്കെ ആയിട്ട് അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ഒരു അഭിപ്രായ ഭിന്നതയോ ഒരു വഴക്കോ തർക്കമോ ഉണ്ടായാൽ പുരോഹിതന്റെ അടുക്കൽ ചെന്ന പുരോഹിതൻ ആ തോറ ചുരുളെടുത്ത് അത് നിവർത്ത് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചിട്ട് വിധിക്കാൻ കഴിയും. അപ്പം അത് ശരിയാണോ തെറ്റാണോ, അവന്റെ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ, അവൻ അങ്ങനെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, ഇവനിങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അത് കൃത്യം വിധിക്കാൻ പറ്റും. പക്ഷേ ജാതികൾക്ക് അങ്ങനെ ന്യായപ്രമാണം ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവരെ എങ്ങനെ വിധിക്കും? അവര് തെറ്റ് ചെയ്താൽ എങ്ങനെയാ വിധിക്കുന്നേ? അതാ പറഞ്ഞത്, അതവർ സ്വഭാവത്താൽ ചെയ്യും. ആസ് ദെയർ നേച്ചർ, അതവരുടെ സ്വഭാവത്തിൽ തന്നെ അടങ്ങിയിരിക്കുക. ഈ ന്യായപ്രമാണം അവരുടെ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുക. യഹൂദന് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കും, ഇതെല്ലാം അവർക്ക് ന്യായപ്രമാണം എഴുതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ജാതികളെല്ലാം മോഷ്ടിക്കുകയും
കൊലപാതകം ചെയ്യുകയും അപ്പനെ അമ്മയും ബഹുമാനിക്കാതിരിക്കുകയും വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും മോഹിക്കുകയും ഒക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവർക്ക് പ്രമാണത്തിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ജാതികൾക്ക് സ്വഭാവമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നു. അത് അവരുടെ സ്വഭാവത്തിൽ തന്നെ ദൈവം കൊടുത്തിരിക്കുകയാണ്. അവരുടെ മനസാക്ഷികൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നുണ്ടോ? ന്യായപ്രമാണത്തിൽ അവർക്ക് ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്ക് അവരുടെ മനസാക്ഷി, ആ മനസാക്ഷിയാണ് അവരെ കുറ്റം വിധിക്കുന്നത്. മനസ്സിലായോ? അവരുടെ ഒരു ന്യായപ്രമാണത്തിന്റെ ചുരുളില്ല. പക്ഷേ അവരെന്തെങ്കിലും തെറ്റു ചെയ്യാൻ തുടങ്ങുമ്പോൾ അകത്തിരുന്നു കൊണ്ട് ഒരു മനസാക്ഷി അവരോട് പറയും, വേണ്ട, അരുത്, അത് തെറ്റാണ്, നീ അത് ചെയ്യരുത്, അത് തെറ്റാണ്. അതിനോടിയ പ്രമാണം ഇരിക്കുന്നേ. പ്രമാണം ഉണ്ടെങ്കിലല്ലേ അതിനൊരു എന്ന് പറഞ്ഞ ഒരു നിബന്ധന വേണ്ടേ, അല്ലേ? ഒരു രൂപരേഖ വേണ്ടേ? ആ രൂപരേഖ അവരുടെ മനസാക്ഷിയിൽ ദൈവം കൊടുത്തിരിക്കുക. അത് വലിയൊരു പ്രധാനമാണ് കേട്ടോ. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന മനസാക്ഷി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വെളിപ്പാണ്. ഈ ലോകത്തിൽ സകല മനുഷ്യന്റെയും ഉള്ളിൽ ദൈവം ആക്കി വെച്ചിരിക്കുക. ആ മനസാക്ഷിയാണ് തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ന്യായം വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ശരി ചെയ്യുമ്പോൾ നമുക്ക് പ്രോത്സാഹനം തരികയും ചെയ്യുന്നത്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഒരു പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ, ഇല്ലേ, അവനൊരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം നമ്മുടെ മനസ്സിലുണ്ടാകും, ഇല്ലേ? അതൊരു വലിയ സന്തോഷമാണ്, അതൊരു വലിയ ആനന്ദമാണ്. അപ്പോ ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഉച്ചയ്ക്ക് എനിക്ക് ചോറ്, ഉച്ചത്തേക്കുള്ള ആഹാരം എനിക്ക് വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കെട്ടിത്തരും. അപ്പോ ഞാനിങ്ങനെ ഒരു ദിവസം അപ്പൊ അതങ്ങ് പോവും, വീട്ടിൽ കോളേജിൽ നിന്നും കഴിക്കും. അതെനിക്ക് സന്തോഷമായിരുന്നു. ഒരിക്കൽ ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു ധർമ്മക്കാരൻ ഇരുന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞെ വല്ലതും തരണേ. കോളേജിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എണ്ണിച്ചുട്ട അപ്പം പോലെയാ. അന്ന് 10 പൈസ മതി എസ് ടി എന്ന് പറഞ്ഞ കൺസെഷൻ. 10 പൈസക്കാണ് നമ്മൾ പോകുന്നത്. എന്റെ അപ്പത്തിലാണെങ്കിൽ 20 പൈസ അല്ലാതെ 21 പൈസ തരികയില്ല ആ കാലത്ത്. അപ്പൊ അത് കൊടുത്തു പോന്ന പിന്നെ ഞാൻ നടന്നു പോകണം. അപ്പൊ ഇദ്ദേഹം കുഞ്ഞെ വല്ലതും തരണേ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൈസയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ വിശക്കുന്നു, അതുകൊണ്ട്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ എണീച്ചു, ഞാൻ എന്റെ ഉച്ചത്തേക്കുള്ള ആഹാരം ഉണ്ട്, അത് തരട്ടെ, കഴിക്കാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞ് എന്ത് തന്നാലും ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ ആ പൊതിച്ചോറ് അദ്ദേഹത്തിന് കൊടുത്തു പോയി. അന്ന് ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളം കുടിച്ചു. എന്നാ സന്തോഷമായിരുന്നു എന്നറിയാം. എന്തൊരു സന്തോഷം! മനസ്സിന് ഇതുപോലൊരു ആനന്ദം ഉണ്ടാകാനില്ല. പട്ടിണി, വയറ്റിൽ വിശപ്പുണ്ട്, പക്ഷെ ആ വിശപ്പ് എന്നെ ഏശിയില്ല. കാരണം മനസ്സിൽ പിന്നെ എനിക്ക് പ്രേരണ തന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആഹാരം ഈ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടിത്തരും. ഞാനത് വീട്ടിലൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാനിങ്ങനെ പോകുമ്പോൾ ധർമ്മക്കാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ഈ ചോറ് പൊതി കൊടുത്തേച്ചു. എനിക്കത് വലിയ സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഞാനത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആരോ നമ്മുടെ ഉള്ളിലിരുന്ന് ഇനിയും ചെയ്യണം കേട്ടോ, ഇനിയും ചെയ്യണേ എന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് മനസാക്ഷി. മനസ്സിലായല്ലോ? അത് ദൈവത്തിന്റെ ഒരു മോണിറ്ററാണ്. മനസാക്ഷി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു മോണിറ്ററാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു സംശയം കൂടെ ഞാൻ തീർത്തു തരാം. നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, അപ്പൊ പഴയ കാലത്ത് യഹൂദന്മാരൊഴികെ ബാക്കി ജാതികളെല്ലാം നരകത്തിൽ പോവോ? പഴയ നിയമകാലത്തിന്റെ കാര്യം പറഞ്ഞ കേട്ടോ, പുതിയ നിയമമല്ല. പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദന്മാർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, വേറെ ആരും പോകും. അന്ന്
മനസാക്ഷിയുടെ വെളിച്ചത്തിൽ കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ജീവിച്ച അനേക ജാതികളും അവിടെ കാണും. നിങ്ങളത് മറക്കരുത് കേട്ടോ. അതുകൊണ്ട് യഹൂദൻ മാത്രമേ നിത്യതയിൽ വരൂ എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. മനസാക്ഷിയുടെ വെളിച്ചത്തിൽ നമുക്കറിയാം, നമ്മുടെ ഇടയിലൊക്കെ എത്രയോ സാത്വികരായ ആളുകളുണ്ടായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈന്ദവ മതം അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഈ ബ്രാഹ്മണരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെ സാത്വികരായ ആളുകൾ ഇപ്പോഴത്തെ ആളുകളല്ല. ഇപ്പൊ എന്ത് നെറികളും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ പഠിപ്പിച്ചൊരു ശർമ്മ സാറൊക്കെ ഹിന്ദി പഠിപ്പിച്ച. ഞങ്ങളുടെ അടുത്ത് ഒരു ഹൈന്ദവ ഒരു ഇല്ലമുണ്ട്, നമ്പൂതിരിമാരുടെ ഒരു ഇല്ലമുണ്ട്. അവരുമായിട്ടൊക്കെ അടുത്ത് നമുക്ക് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോകാനും വരാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. അവരുടെയൊക്കെ ആ സാത്വികത, ആ ജീവിതം കണ്ട് പലപ്പോഴും നമ്മള് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു കള്ളം, ഒരു വ്യാജം അവര് പറയുകയില്ല. ആരെങ്കിലും ചെന്നൊരു കുറ്റം പറഞ്ഞാൽ അന്നേരം അവരെ അത് വിലക്കും. വേണ്ട, എനിക്കത് കേൾക്കാം, അത് വേണ്ട, ഞാൻ അങ്ങനെ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അനീതി അവര് ചെയ്യുകയില്ല. നീതി വിട്ടൊരു കാര്യം അവര് ചെയ്യുകയില്ല. അധർമ്മം അവരുടെ എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ് സത്യം, നീതി, ധർമ്മം. ഞാൻ അത് കണ്ടു വളർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പുലർത്താൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അത് ജാതികളിൽ നിന്നാണെങ്കിൽ പോലും വേറെ പുസ്തകത്തിൽ നിന്നല്ലെങ്കിലും, ഈ സത്യം, നീതി, ധർമ്മം തല പോയാലും എൻ്റെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിന് വിരുദ്ധമായി ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. ധാർമ്മികമായ അല്ലാത്തതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. സത്യം, ധർമ്മം, നീതി, നീതിയില്ലാത്തൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടെന്നേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ. പക്ഷെ പുതിയ നിയമ കാലഘട്ടത്തിൽ യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോ അത് മാറിപ്പോയി കേട്ടോ. ഇപ്പം മനസാക്ഷി നിമിത്തമല്ല ദൈവം ന്യായം വിധിക്കുന്നത്. നിങ്ങൾ അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ മനസ്സിലാകും ഇപ്പൊ എങ്ങനെയാ ന്യായം വിധിക്കുന്നത്. യേശുവിന് ശേഷം 16 നിങ്ങളെന്താ ഈ അന്തം വിട്ടിരിക്കുന്നേ? ഒരു വാക്യം പറഞ്ഞ ഉടനെ എടുത്ത് വായിക്കാൻ ആളില്ലേ? ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. യേശു വന്നതിന് ശേഷം ഇനി ദൈവം ന്യായം വിധിക്കുന്നത് മനസാക്ഷി നിമിത്തമല്ല, ദൈവം തന്റെ സുവിശേഷം നിമിത്തം. യേശുക്രിസ്തുവിന്റെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അതുകൊണ്ട് ഞാൻ ഈ മനസാക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ കാലഘട്ടത്തിലുള്ള ആളുകളെല്ലാം അങ്ങ് വരുമെന്നുള്ള അർത്ഥത്തിലല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നു, പൊരുളായത് വന്നു, അപ്പൊ നിഴലായത് പോയി. പൊരുളായതിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഒറ്റ മാനദണ്ഡയുള്ളൂ. അപ്പോ ന്യായപ്രമാണമൊന്നും മനസാക്ഷി എന്ന് രണ്ട് പ്രമാണമില്ല, ഒറ്റ പ്രമാണം. അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇത് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പലരെയും പല ചിന്തകൾക്കും നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ കഴിയും. അപ്പൊ ഈ മനസാക്ഷി വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മിക പോരാട്ടം നടത്തുന്നത്. നിർമ്മലമായൊരു മനസാക്ഷി. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? പൗലോസ് തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 24:16. ഞാൻ ഈ പറയുന്ന വാക്യം ഒന്ന് എടുത്ത് വായിക്കാനും കൂടെ തയ്യാറായിട്ടിരിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കാതെ. പെട്ടെന്ന് എടുത്ത് വെച്ച് വായിച്ചേ. എനിക്ക് അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. കണ്ടോ, പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും രണ്ടും വേണം കേട്ടോ.
ദൈവത്തിന്റെ മുമ്പിൽ മാത്രം കുറ്റമില്ലാത്തൊരു മനസാക്ഷി സൂക്ഷിച്ചാൽ പോരാ, മനുഷ്യനോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷി. ഈ മനസാക്ഷിയിൽ ആക്ഷേപം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, മനസാക്ഷിയുടെ ആക്ഷേപം എന്നൊക്കെ പറയാറില്ലേ, അല്ലേ? മനസാക്ഷിയുടെ ആക്ഷേപം. യോഹന്നാൻ 8:9 കൂടെ ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 8:9. മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഓരോരുത്തരും വിട്ടുപോയി. മതി. മനസാക്ഷിയുടെ ആക്ഷേപം. സത്യം പറഞ്ഞ ഇത്രയും ഒരു സാത്വികനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തൊന്തരവ് പിടിച്ചൊരു കാര്യം, ഇത്രയും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, മനസാക്ഷി നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക, മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെ? അങ്ങനെ ഒരു സാഹചര്യം നമ്മളത് ചെയ്തു പോയി. നമ്മുടെ മനസാക്ഷി നമ്മളോട് പറഞ്ഞു അരുത്, ചെയ്യരുത്. പക്ഷെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്തു പോയി. അപ്പോൾ നമ്മുടെ മനസാക്ഷി നൊന്തു. ഈ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അയ്യോ, നീ ചെയ്തത് തെറ്റായി പോയി, നിനക്ക് ദൈവസന്നിധി വരാൻ പ്രാഗൽഭ്യമില്ല, മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടാൻ നിനക്ക് അനുവാദമില്ല. അങ്ങനെ മനസാക്ഷി നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കാൻ എനിക്ക് കൃപ തരണം എന്ന് ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കും. അശുദ്ധമായ മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസാക്ഷിക്ക് ആക്ഷേപം വരുന്നതൊന്നും ചെയ്യാൻ നീ ശ്രമിക്കരുത്. അത് തെറ്റാണ് എന്ന് മനസ്സ് നമ്മളോട് പറഞ്ഞാൽ, എത്ര നേട്ടം വരുന്നതാണെങ്കിലും, എത്ര ലാഭം കിട്ടുന്നതാണെങ്കിലും, അത് വേണ്ടെന്ന് വെച്ചാൽ അയ്യോ, മനസാക്ഷിയുടെ ആക്ഷേപമില്ലാതെ ജീവിക്കാൻ പറ്റും. നിങ്ങൾക്കറിയുമോ, ഞാനൊരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഒരു ലേഖനം വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ ഭ്രാന്താശുപത്രിയിൽ ചെന്നാൽ അവരുടെ പലരുടെയും ചരിത്രം, സംഭവങ്ങൾ, അനുഭവങ്ങൾ നിങ്ങൾ കേട്ടാൽ, നീ ചെയ്തത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് കാര്യകാരണ സഹിതം ഒരാൾ അവരോട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു വിഭാഗവും രോഗം വിട്ട് പുറത്തു വന്നേനെ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഭ്രാന്താശുപത്രി, ഭ്രാന്തായിട്ട് കിടക്കുന്ന ആളുകളിൽ നല്ലൊരു വിഭാഗത്തോടും കാര്യകാരണം സഹിച്ചു, ഉമ്മ സാരമില്ലട പോട്ടെ എന്ന് പറഞ്ഞാൽ പോരാ. നീ ചെയ്ത തെറ്റ് അത് ക്ഷമിച്ചു. ആരോട് തെറ്റ് ചെയ്തോ ആ വ്യക്തി ചെന്ന് പറയണം. ആർക്കെതിരെയാണോ അവൻ ദോഷം ചെയ്തത് ആ വ്യക്തി ചെന്ന് അവനോട് പറയുകയാണ്, കുഞ്ഞെ നീ അത് മനസ്സിൽ വെക്കണ്ട, ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മാനസിക രോഗികളിൽ 3/4 രോഗസൗഖ്യമായി മടങ്ങി വന്നേനെ. അവരെന്താ ഭ്രാന്തന്മാരായി ആശുപത്രിയിൽ കിടക്കുന്നത്? മനസാക്ഷിയുടെ ആക്ഷേപം. അതവരെ കുത്തി മുറിവേൽപ്പിച്ച് കുത്തി അവസാനം ഭ്രാന്തിന്റെ വക്കിലെത്തിച്ചതാണ്. അതുകൊണ്ട് എന്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം മനഃപൂർവ്വം ഇന്ന് രാത്രി പറയട്ടെ. നമ്മുടെ മനസാക്ഷി ശുദ്ധമായിരിക്കട്ടെ. ശുദ്ധമായ മനസാക്ഷി ശുദ്ധീകരിക്കുക. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റൊരു മനസാക്ഷി നാം പുലർത്തുന്നെങ്കിൽ ഈ ആത്മിക പോരാട്ടത്തിൽ നാം ജയാളികളാണ്. പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാവം വിടുകയാണ്. രണ്ടാമത്തെ ചിന്ത അതായിരുന്നു,
നല്ല വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവർ ആകുകയും. അതാ രണ്ടാമത്തെ കണ്ടീഷൻ, യുദ്ധത്തിന് വേണ്ട രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് തന്നെയാണ്. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കും. അടുത്ത പോയിന്റ് എഴുതുക. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കും. വാക്യം നിങ്ങൾ വായിക്കണം. 1 പത്രോസ് 5:8-9. 1 പത്രോസ് 5:8-9. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞു വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. പിശാചിനോട് പോരാടുന്ന കാര്യമായി പറയുന്ന കേട്ടോ. പിശാചിനോടുള്ള പോരാട്ടമാണ്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട്, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം പോരാ, നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകുക. വിശ്വാസത്തിലെ സ്ഥിരതയുടെ ആവശ്യം എന്താണെന്നറിയാമോ? നമുക്കൊരു പ്രതിയോഗി ഉണ്ടെന്നുള്ള അർത്ഥമാണ്, കാരണമാണ്. പ്രതിയോഗി, അഡ്വേഴ്സറി. അത് തന്നെയാണ് പിശാച്. പിശാച് എന്ന് പറഞ്ഞ പദം തന്നെയാണ് ഈ അഡ്വേഴ്സറി. പിശാച് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നതാ? ഡെവിൾ. ഡെവിൾ എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് അഡ്വേഴ്സറി, പ്രതിയോഗി. അവനിങ്ങനെ എപ്പോഴും നമുക്ക് പ്രതിയോഗിയാണ്. ഒരു കാര്യം ഓർത്തണം കേട്ടോ, പിശാച് നമുക്ക് അനുകൂലമായി നിൽക്കുമെന്ന് ആരും വിചാരിക്കരുത്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പിശാചിനെ മെരുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അല്ലേ? നമ്മുടെ പ്രാർത്ഥന മുഴുവൻ അടിസ്ഥാനം പിശാചിനെ മെരുക്കിയെടുക്കണം. അല്ല പൊന്നു കുഞ്ഞാ, ഇനി വലിയ പ്രശ്നമൊന്നും എന്നോട് ഉണ്ടാക്കരുത്. ഒതുങ്ങുകയല്ല, അവൻ നിന്റെ പ്രതിയോഗിയാണ്. നിനക്കെതിരെ എപ്പോഴും നിൽക്കുന്നവനാണ്. ആന്റി ഡിക്കോസ്. നിനക്കെതിരെ അവൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അലറുന്ന സിംഹം. എന്താ അലറുന്ന സിംഹം എന്ന പോലെ? സിംഹം അല്ല കേട്ടോ, എന്ന പോലെ തന്നെ ഉള്ളൂ. ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞിങ്ങനെ അവനിങ്ങനെ ചുറ്റി നടക്കുകയാണ്. എങ്ങനെ അവനെ പ്രതിയോഗിയെ നമുക്ക് ജയിക്കാൻ കഴിയും? പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്കെല്ലാം വരുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, അല്ലെ? നമ്മൾ അതിലേക്കെല്ലാം വരുന്നുണ്ട്. എന്നാൽ ഇപ്പൊ നമുക്ക് ആ അവസാനത്തെ പദത്തെ പിടിക്കാം. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിരിക്കും. അപ്പോ വിശ്വാസത്തിൽ അസ്ഥിരത ഉണ്ടാകുമോ? തീർച്ചയായും. നമുക്കറിയാം, വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി, അല്ലെ? ചില സന്ദർഭങ്ങളിൽ നാം ഏത് വെല്ലുവിളികൾ ഉയർത്താൻ പോന്ന വിശ്വാസം, പിശാചിനെതിരെ വെല്ലുവിളികൾ ഉയർത്താൻ പോന്ന വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ പറയും, എന്തും വരട്ടെ, ഞാനത് നേരിടും എന്ന് പറയാൻ നമ്മൾ തയ്യാറാകും. പക്ഷേ അടുത്ത ചില സന്ദർഭങ്ങളിൽ പിശാചിനെ മുഖാമുഖം ദർശിക്കാൻ പോലും ധൈര്യവും തൻ്റെ ഇടവും ഇല്ലാതെ ഓടി ഒളിക്കുന്നവരായി.
വിശ്വാസത്തിന്റെ അസ്ഥിരത വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ സ്ഥിരത എന്ന് പറഞ്ഞ സ്റ്റെറിയോസ് എന്നൊരു പദമാണ്, ഒരു ഗ്രീക്ക് പദമാണ് സ്റ്റെറിയോസ്. സ്റ്റെറിയോസ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്, ശക്തമായത്, അചഞ്ചലമായത്. അതാ സ്ഥിരത, സ്ഥിരമുള്ളത് ആയിപ്പീൻ. ഉറപ്പുള്ളത്, ശക്തമായത്, അചഞ്ചലമായത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഒരു വലിയ ദുരവസ്ഥയാണ് വിശ്വാസത്തിലെ അസ്ഥിരത. ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ? അല്ലേ? നമ്മള് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവനവന് വല്ലതുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യം, എന്തും വരട്ടെ, ഞാനിതിനെ നേരിടും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും വന്നാലോ കയ്യും കാലും നിലത്ത് ഉറക്കിയില്ല. തോന്നിയിട്ടില്ല അങ്ങനെ? എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് വല്ലതും വന്നാ വാരുന്നിടത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ. കൂടി വന്നാൽ ചാവും, അത്രയില്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നും വരട്ടെ, ഞാനിതിനെ നേരിടും, ഞാനങ്ങനെ ഭയന്നോടാൻ പോകുന്നില്ല എന്നൊക്കെ ധൈര്യപൂർവം പറയുന്ന നമ്മൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും വന്നാൽ നമ്മൾ നിലവിളിച്ച് നമ്മുടെ പോക്കും ഓട്ടും പിശാച് പോലും സഹിക്കുകയില്ല. നമ്മൾ നടന്നു കണ്ടു നിലവിളിച്ച് ദൈവത്തെയും ചോദ്യം ചെയ്ത് സംഭവിക്കാം. ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ, ഒരുമാതിരിപ്പെട്ട വിശ്വാസ വീരന്മാർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഏലിയാവ്, തിസ്ബയിൽ നിന്നും വന്ന തിസ്ബേനായ ഏലിയാവ് ഒരു ദിവസം ആഹാബിന്റെ മുമ്പിൽ ചെന്നിട്ട് വിശ്വാസത്തിന്റെ താക്കോൽ കയ്യിലിട്ട് കറക്കി. ഒരൊറ്റപ്പാലത്തിലായിരുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഇവിടെ മഞ്ഞും മഴ ഉണ്ടാകുക. എന്നാ ധൈര്യം! നിങ്ങൾ ഓർക്കണ, ആരാ രാജ്യം ഭരിക്കുന്ന രാജാവ്, കൊല്ലാനും തിന്നാനും അധികാരമുള്ളവനാ. ആർക്കും കണക്ക് ബോധിപ്പിക്കണ്ട, രാജാവിനെ തട്ടിയാൽ തീർന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ സർവ നിയമവും, കോടതിയും പോലീസും പട്ടാളവും എല്ലാം രാജാവാ. അത് വേറൊരു കോടതിയിലിട്ടും ഇത് വിസ്തരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോഴാണ് നെതന്യാഹുവിനെ ഇന്റർനാഷണൽ കോടതിയിൽ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ അങ്ങനെ ഇല്ല, രാജാക്കന്മാര് ഭരിക്കുമ്പോൾ രാജാവാ പരമാധികാരി. വാളെടുത്ത് ഒറ്റ വീശിയാൽ അവന്റെ തല 2 മീറ്റർ അപ്പുറത്ത് പോയി കിടക്കും. ഏലിയാവിന്റെ ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്നാണ് ഏലിയാവ്, എനിക്ക് ആ ധൈര്യം, ഞാൻ എന്റെ സങ്കല്പത്തിൽ എപ്പോഴും കാണുന്നേ അല്ലെ, തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്, അതാ അവന്റെ അഡ്രസ്. രാജാവിന്റെ മുമ്പിൽ ചെന്ന്, ഏതാ ഞാൻ എന്ന് പറഞ്ഞ വിശ്വാസത്തോടെ ആകാശത്തെ പൂട്ടിയ ചവൻ പറയുന്നത്. അതാ വിശ്വാസത്തിന്റെ താക്കോൽ. വിശ്വാസത്തിന്റെ താക്കോലെടുത്ത് ആകാശത്തെ അങ്ങ് പൂട്ടി. എന്നിട്ടാ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകുക. എന്തൊരു ധൈര്യം! ഞാൻ ഇതൊരു ധൈര്യമാണ്. സത്യം പറഞ്ഞ ഒരു പൊന്നാട വാങ്ങിച്ചു കൊടുക്കാൻ കാര്യമില്ലേലും ഒരു പൂച്ചണ്ടെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അദ്ദേഹം. ഈ ഏലിയാവ് ഇത്തിരി കഴിഞ്ഞപ്പോ ഇയാളുടെ ഭാര്യ ഒരു പാറച്ചിൽ പറഞ്ഞു, കൊന്നുകളയുമെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, കാറ്റ് പോയ ബലൂണ് പോലെ ഓടി മരുഭൂമി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ, എനിക്ക് അതാ ഏറ്റവും വലിയ ഇഷ്ടം. ഈ മരുഭൂമി ചൂരച്ചെടി എന്ന് പറഞ്ഞാൽ റോത്തം എന്ന എബ്രായ ഭാഷയിൽ പറയുന്ന റോത്തം, ചൂരച്ചെടിയുടെ തണലിൽ കടന്നെന്ന്. ഈ വേദപുസ്തകം ചില സമയത്ത് ചില ഭയങ്കര വാളിപ്പൊക്കെ എഴുതി വരുന്നില്ലേ.
ചില ഭയങ്കര പരിഹാസമൊക്കെ. ഈ റോത്തം എന്നുള്ളതിന്റെ പ്രാധാന്യം എന്നാ അറിയോ? ചൂരച്ചെടി നമ്മുടെ നാട്ടിലെ ചൂരച്ചെടി അല്ല കേട്ടോ. ഇത് മരുഭൂമി വളരുന്ന ഒരുതരം പുല്ല, അല്ലാതെ വലിയ ചൂര മരമൊന്നും അല്ല. ഈ ചൂരച്ചെടിയുടെ ഒരു പ്രത്യേകത എന്നാന്നറിയാവോ? ഈ ചവിട്ടിന്ന് ഇങ്ങനെ കുറെ തണ്ട് മുകളിലോട്ട് ഇങ്ങനെ വളർന്നു വരും. ഇതിന്റെ അറ്റത്തൊരു ചെറിയ മുകളം പോലെ ഒന്നോ രണ്ടോ ഇല കാണും. എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ മുറ്റം അടിക്കുന്ന ചൂലെ കട കീഴോട്ടാക്കി നിങ്ങളൊന്ന് കുത്തി നിർത്തിക്കേ. ചൂലിന്റെ കട, നമ്മൾ കൈ പിടിക്കുന്ന ഭാഗമില്ലേ, കട, ഞങ്ങളുടെ ഇവിടെ കടയെന്ന് പറയും, ചൂലിന്റെ കട, അത് നിലത്തോട്ട് വെച്ചേ. അവിടെ നിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ചൂലിങ്ങനെ വിരിഞ്ഞു നിൽക്കും അല്ലേ? ഈർക്കളി എല്ലാം കൂടെ ഇങ്ങനെ വിടർന്നു നിൽക്കും. നല്ല തണല അല്ലേ? വെയിൽ കൂടുമ്പോ മുറ്റത്തിറങ്ങിയിട്ട് ഈ ചൂലിങ്ങനെ കടയിൽ തിരിച്ചു വെച്ചേച്ച് അതിന്റെ തണലിൽ ഒന്ന് ഉറങ്ങാവും. ഈ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഈ സത്യം പറഞ്ഞ ഇപ്പൊ ഏലിയാവ് വെയിലത്ത് കിടന്ന് തണൽ കൊള്ളുക. എന്നതാ തണലിലുള്ളത്? ചൂരച്ചെടി. ചൂരച്ചെടി ഈർക്കിളി പോലെ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നല്ലാതെ അതിനൊരു തണലും ഇല്ല. അവന്റെ ഗതികേട്. അവിടെ പോയി കിടക്കുക, കിടന്നിട്ട് പറയാം, മതിയേ ഓകെ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, മതി, ഇനി എന്നെ അങ്ങ് എടുത്തോണം. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ല. പിന്നെ വല്ല കോവിഡ് വന്നെങ്കിൽ ചത്താ മതിയായിരുന്നു. കിടപ്പൊക്കെ ഈ പലപ്പോഴും എന്റെ സങ്കല്പത്തിൽ ഏലിയാവ് ഈ ചൂരച്ചെടിയുടെ തടങ്ങി കിടക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് വരയ്ക്കാൻ പറ്റുമായിരുന്നു, ഞാൻ വരച്ചേരി. പലപ്പോഴും ചിരി വന്നിട്ട് ഒരു നിഴലും ഇല്ലെന്ന്, ഒരു തണലും ഇല്ല. റോഹത്തിന്റെ കീഴിൽ പോയി കിടന്നിട്ട് അവൻ പറയുക, മതിയോവേ. ആരാ? അല്പം മുമ്പേ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞവനാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴ ഉണ്ടാകുകയായിരുന്നു. ഒരു പൊന്നു കുഞ്ഞ്, നിനക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നേ, നീ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്റെ കഴുത്തിൽ കാത്തി വയ്ക്കാൻ നിന്നെ ദൈവം അനുവദിച്ചിട്ടില്ലെന്ന് എന്നെ പറയാ ഞാൻ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മുടെ കൃത്യം ഒരു സ്പെസിമൻ. നമ്മൾ ഇതിനേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവരല്ല. ചില സമയത്തെ സാക്ഷ്യമൊക്കെ കേൾക്കണം. നമ്മൾ ഓർക്കും ഈ നാട് മുഴുവൻ ഇളക്കി എല്ലാം താട്ടിമറിച്ചിട്ട് പോകാനുള്ള പരുവാണ്. ഒരു കുഞ്ഞു പ്രശ്നം വന്നാൽ പാസ്റ്റർ ചെന്നാലും ഇറങ്ങി വരികയില്ല, അത് കയറി കിടക്കും. പാസ്റ്റർ വന്ന് കേട്ടോ, ഭാര്യ പറയും, അല്ല പാസ്റ്റർ വന്നിരിക്കുന്നത്, അല്ല പാസ്റ്റർ വന്ന് അവിടെ ഇരിക്കുക, നിങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങ, വയ്യെന്ന് പറഞ്ഞു. പാസ്റ്റർക്ക് വരുന്ന ഗതികേട് കണ്ടോ. പിന്നെ പാസ്റ്റർ എന്ന പൊക്കിയെടുക്കണം. ഈ ചിലര് ചുമ്മാതെ അങ്ങ് വിശ്വാസം നഷ്ടപ്പെട്ട് സ്ഥിരതയില്ലാതെ പോയി. അല്ല, ഇത് ഏലിയാവിന്റെ കാര്യം പറയണ്ടല്ലോ, പുതിയ നിയമത്തിലും ഉണ്ട് ഇഷ്ടം പോലെ ആളുകൾ. ദാവീദിന്റെ കാര്യം മോശമാണോ? ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തുന്നവൻ അടുത്ത ക്ഷണം വിശ്വാസമില്ലാതെ ധൈര്യപ്പെട്ട് ഊനിക്കൂടിയിരിക്കുന്നത് കാണാം. പൗലോസോ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ വെല്ലുവിളിയായിരുന്നെന്നറിയാവോ? അല്ലെ? റോമാലേഖനം എഴുതിയപ്പോഴത്തേക്ക് പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ. ഇന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യ നമ്മളിടയ്ക്കെല്ലാം പറയുന്നതാ. ഭയങ്കര വെല്ലുവിളിയാ പറഞ്ഞത്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ. ആ പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ വന്നപ്പോഴത്തേക്ക് 2 കൊരിന്ത്യർ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ മരിച്ചു പോകുമോ എന്നേറെ ഭാരപ്പെട്ടു.
ഭയങ്കര വിശ്വാസത്തിന്റെ വെല്ലുവിളി മുഴക്കിയ ആ പൗലോസ് എന്ത് ചെയ്യുക? അവസാനം ഞാനിനി ചത്തുപോകുമോ, നിരാശപ്പെട്ട് ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരം. 2 കൊരിന്ത്യർ 1:8-9 ഞാൻ ഈ പറയുന്നത്. 2 കൊരിന്ത്യർ 8 ഒന്ന് വായിച്ചോ അത് പിന്നെ. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് അത്യന്തം ഭാരപ്പെട്ടു. മതി ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്ന് വെല്ലുവിളിച്ച പൗലോസ് ഒരു ചെറിയ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ പറയാ, ഞങ്ങളുടെ ശക്തിക്ക് മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുക. സത്യം പറഞ്ഞാൽ ജീവനി പേടിയുള്ളവനായി. മരിച്ചാൽ എനിക്ക് ലാഭം, ഞാൻ ജീവിക്കുന്ന ക്രിസ്തു നോക്കാൻ വെല്ലുവിളി മുടക്കിയ ഒരു സമയത്ത് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന എനിക്ക് ലാഭം എന്ന് പറഞ്ഞവനാ. ഞങ്ങള് മരിക്കുമോ, ഞങ്ങള് മരിച്ചു പോവോ, ദൈവമേ എനിക്ക് വല്ലതും സംഭവിക്കുവോ? എന്നിട്ട് പലരും പറയുന്നത് എന്നാ അറിയോ? ഞാൻ ചത്തുപോകുമോന്നല്ല, ഞാൻ ചത്തുപോയാ ഇവർക്ക് പിന്നെ ആരുണ്ട്? അത് ഈ സത്യം പറഞ്ഞ നമ്മുടെ ഈ ബലഹീനതയ്ക്ക് ഒരു പുതിയ ഭാഷ്യമാണ്, ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ചമയ്ക്കുക. പക്ഷേ എന്റെ ഏറ്റവും വലിയ വിഷമം ചത്തുപോകുന്നതിലല്ല, ഞാൻ ചത്തുപോയാൽ ഇവക്ക് പിന്നെ ആരുണ്ട്? അപ്പൊ അതാ വിഷമം. ഇവക്ക് പിന്നെ വല്ലവരും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ വിഷമം. അല്ലാതെ ഞാനങ്ങോട്ട് പോയി കഴിയുമ്പോ ഇവക്കിനി വല്ലവരും കയറി വരുമല്ലോ എന്നുള്ള വിഷമം. അതാ, അല്ലാതെ ഇവള് 2ാമത് കിട്ടുവോ എന്നുള്ള അല്ലാതെ ചാകുന്നതിന് മുമ്പ് ഇത്രയേ ഉള്ളൂ സത്യത്തിൽ നമ്മുടെയൊക്കെ വിശ്വാസം. വിശ്വാസത്തിന്റെ വൃത്തിക്ഷയം ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ, പെട്ടെന്ന് മുകളിലേക്ക് പൊങ്ങുക, പെട്ടെന്ന് താഴേക്ക്. എനിക്കറിയാം നിങ്ങളൊക്കെ ഇത് അഭിമുഖീകരിക്കുന്നത്, ഞാനും അഭിമുഖീകരിക്കുന്നവന്. കാരണം ഞാനും വെറും മനുഷ്യന്. നമ്മളെല്ലാം ഒരുപോലല്ലേ. വേറെ പുസ്തകം വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നു എന്നല്ലാതെ നമുക്കെന്ത് സവിശേഷതയുള്ളൂ? നമ്മുടെ ശരീരം സ്റ്റീലൊന്നുമല്ല, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഭാഗം കല്ലുമൊന്നുമല്ല. പലപ്പോഴും നിരാശ തോന്നിയ ഘട്ടങ്ങൾ, ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ, വേദനയോടെ ഇരുന്നു പോയ രംഗങ്ങൾ എന്റെ ജീവിതത്തിൽ ധാരാളം. അപ്പൊ വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചുകൾ വരാം. ഞാൻ വിശ്വാസത്തിന്റെ സ്ഥിരതയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഓർക്കുന്നൊരു ഭക്തനുണ്ട്. അതാരാന്നറിയോ? ദാനിയേൽ. വിശ്വാസത്തിന്റെ സ്ഥിരതയുടെ ഒരു നല്ല സ്പെസിമെൻ, ഒരു നല്ല ഉദാഹരണം. നിങ്ങൾ എടുത്തു വായിച്ചു ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ചെയ്തു. എനിക്കതാ നമ്മള് അനുകരിക്കാൻ, വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് അനുകരിക്കാൻ കൊള്ളാവുന്നവൻ ഏലിയാവും ദാവീദും പൗലോസും അല്ല. എന്റെ അഭിപ്രായത്തിൽ അത് ദാനിയേലാണ്. എന്തൊരു സ്ഥിരം! തനിക്കെതിരെ രേഖ എഴുതി. നമ്മളാണ് രേഖ എഴുതി എന്ന് കേട്ട് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തേനെ? അന്നേരം 21 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചേനെ. എല്ലാരും കൂടെ വിളിച്ചിരുത്തി നമ്മൾ പ്രാർത്ഥന തുടങ്ങും. കർത്താവേ, അവനെ ടച്ച് ചെയ്യണേ, ടച്ച് ചെയ്യണേ, ടച്ച് ചെയ്യണേ അല്ലേ?
രാജാവിനെ ടച്ച് ചെയ്യണോ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയേനെ എന്ന് പറഞ്ഞാൽ അവനെ ഒടുങ്ങിപ്പോണേന്നായി പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ടച്ച് ചെയ്യണോ എന്ന് പറഞ്ഞാൽ എന്നതാ അർത്ഥം? കർത്താവേ അവനെ ടച്ച് ചെയ്യണേ, അവനെ ടച്ച് ചെയ്യണേ. ഉപവാസമായി, പ്രാർത്ഥനയായി, അന്യഭാഷയായി, ബഹളിയായി എന്നാ പരാക്രമങ്ങൾ കാട്ടി കൂട്ടുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. വല്ലതും വന്ന് തലേ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അങ്ങോട്ട് വർദ്ധിച്ചിട്ട് പിന്നെ സഭയിൽ അറിയിക്കുന്നു, വീട്ടിൽ ഉപവാസം വെക്കുന്നു, പാസ്റ്റർമാർക്ക് കാശ് കൊടുക്കുന്നു, അല്ലെ, രാത്രി ചോറ് കൊടുക്കുന്നു. പ്രാർത്ഥന കുടുംബിരിക്കൊണ്ട പ്രാർത്ഥനയാണ്. എന്താ പ്രശ്നം വന്ന് തലേ കയറി ഒഴിഞ്ഞു പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതുവരെ എന്റെ പൊന്നു കുഞ്ഞെ ചൊവ്വേനരെ സഭയെ പോലും വരികയില്ലായിരുന്നു. ചൊവ്വേനരെ സഭയെ പോലും വരികയില്ലായിരുന്നു. വന്നാൽ തന്നെ എപ്പോഴേ കയറി വരുന്നേ. ഉച്ചയും തിന്ന് ഉപ്പും തിന്ന് പിന്നെ മുളകും കൂടെ തിന്നാ പലരും സഭയ്ക്കകത്ത് വരുന്നത്. നിനക്കറിയാമേല, ഞാന് ഈ പലരോടും പറയുമായിരുന്നു, നമ്മുടെയൊക്കെ സഭകളിലെ ആരാധന ചിലപ്പോ 9-നോ 10-നോ ആയിരിക്കുമല്ലോ, അല്ലേ? ഞങ്ങളുടെ ആരാധന 8 മണിക്കാണ്. 8 മണിക്ക് തുടങ്ങി 11:30 വരെ ഉള്ളൂ. പലരും പഴയ രീതിയാണെങ്കിൽ 10 തൊട്ട് 1 മണി വരെ എന്നാ നമ്മുടെ പഴയ ഈ പാരമ്പര്യ പെന്തിക്കോസ്തരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ എവിടെയായി 10 മണിക്ക് ആരാധന തുടങ്ങണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? എവിടെയാ എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ മുന്നേ അത് 9:30 തുടങ്ങിയാൽ ചില കമ്മിറ്റിക്കാരങ്ങ് കൊടുമ്പിരിക്കൊള്ളു. പക്ഷെ ആരോട് ചോദിച്ചിട്ടാ ചെയ്തേ? ഇയാളോർത്ത് തന്നെ ന്യായപ്രമാണത്തിലെ വ്യവസ്ഥ പോലെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ദൈവം പിടിച്ച് ശിക്ഷിക്കുമെന്നും കണ്ട ഈ പുള്ളി ചോദിക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞെ, വേറെ പുസ്തകത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ തോന്നും. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നതല്ലേ അത്, അല്ലേ? നമ്മൾ സൗകര്യം അനുസരിച്ച് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതല്ലേ. 10 തൊട്ട് 1 മണി വരെ, 9 തൊട്ട് 12:30 വരെ ആയിക്കോട്ടെ. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സഭയിലെ സമയം നിങ്ങളായിരിക്കും തീരുമാനിക്കും. ഇനി 8 തൊട്ട് ഞങ്ങളെ പോലെ 11:30 വരെ ആണെങ്കിൽ ആകട്ടെ. അങ്ങനെ നമ്മളല്ലേ തീരുമാനമെടുത്തിരിക്കുന്നത്. ഞങ്ങള് 8 മണിയാകുമ്പം കൂടി ദൈവത്തെ ആരാധിച്ചോളാം, അല്ലെ? ഞങ്ങൾ 10 മണിയാകുമ്പോൾ വന്ന് ദൈവത്തെ, അല്ലെ? നമ്മൾ അങ്ങോട്ട് വാക്ക് പറഞ്ഞതാ, എന്നിട്ടും നമ്മളത് തെറ്റിക്കുക. ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ട് നമ്മളത് തെറ്റിക്കുക. 10 മണിക്ക് ഞങ്ങൾ വന്ന് ആരാധനയ്ക്ക് ഇരുന്നോളാമെന്ന് ഞങ്ങൾ ദൈവസന്ധി തീരുമാനം എടുത്തേച്ച് ഞങ്ങൾ തന്നെ 11:30 ആവുമ്പോൾ കയറി വരിക. ഒരു കാര്യം ഓർത്തണം കേട്ടോ, നിന്റെ സമയം കൊണ്ടും ദൈവത്തെ മാനിച്ചോണം. ഇല്ലെങ്കിൽ വേറൊരു വിഷയമുണ്ട്. നീ കൊതിയോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയമില്ലേ, ഒന്നേ നിന്റെ പെങ്കൊച്ചിനെ ഇറക്കി വിടുന്ന കാര്യമായിരിക്കും, ഇല്ലെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായിരിക്കും. നീ ഇങ്ങനെ താമസിച്ചല്ലേ ദൈവത്തെ മാനിക്കാൻ നോക്കുന്നേ. ദൈവം ഇച്ചിരി അങ്ങോട്ട് ഇട്ട് പിടിക്കാൻ നോക്കും. എന്താ നിന്റെ കൂട്ടം ഇറങ്ങി തിരിച്ചവരുടെയൊക്കെ പെൺകുഞ്ഞുങ്ങൾ 21 വയസ്സായപ്പം കല്യാണം വന്ന് കെട്ടിച്ചു വിട്ട്. എന്റെ പെൺകുഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞല്ലോ, ഇതുവരെ ഒരെണ്ണം കയറി വന്നോ? വന്നതുമെല്ലാം ശരിയായോ? ദൈവം തീരുമാനിച്ചിട്ട് ഇത്തിരി ഉഴപ്പിയിട്ട് കാര്യം. നീ ഒത്തിരി ഉഴപ്പി. നീ ഒരു ഞായറാഴ്ച പോലും 10 മണിക്ക് നീ ചെന്നിട്ടില്ല. ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്? ഞാനിത് എന്റെ സഭയിൽ കർശനമായിട്ട് പറയുമായിരുന്നു. ഉഴപ്പി നടക്കുന്ന പലരും കൃത്യം വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിന്റെ വിഷയത്തിൽ ദൈവം അവധി വെച്ചാൽ ആ വിഷയം കൊണ്ട് പ്രാർത്ഥിക്കാൻ എന്റെ അടുക്ക വരരുത്. കാരണം ഈ സഭയിൽ ആരൊക്കെ എപ്പോഴൊക്കെ ആരാധനയ്ക്ക് കയറി വരുന്നുവെന്ന് എനിക്കറിയാം. എന്നെ കിട്ടുകയെന്ന് പറഞ്ഞു. നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രവാചകനെ വിളിച്ചു വേണേ പ്രാർത്ഥിച്ചോ, എന്നോട് പറയരുത്. എന്റെ കുഞ്ഞിന് സമയത്തിന് കല്യാണം നടന്നില്ലെന്നും പരീക്ഷയ്ക്ക് ജയിച്ചില്ലെന്നും വിദേശത്ത് പോകാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥനയ്ക്കാന്നും പറഞ്ഞ് എന്നെ ഇട്ട് അലട്ടരുത്. എനിക്കതിന് നേരമില്ല. എനിക്ക് നേരെ പോകും. ദൈവസന്നിധിയിൽ ക്രമീകരണത്തോടെയാണ് വരുന്നതെങ്കിൽ
നിന്റെ വിഷയത്തിന് ഞാൻ എരിവിൽ നിൽക്കാം. ദൈവത്തെ മാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്കും അഭിമാനത്തോടെ ദൈവത്തോട് പറയാം, കർത്താവേ, അവർ ദൈവത്തെ സമയം കൊണ്ടും മാനിക്കുന്ന വ്യക്തിയാണ്. അങ്ങ് അവരുടെ വിഷയത്തിൽ ഇടപെടണമെന്നൊരു പാസ്റ്റർ എന്നുള്ള നിലയിൽ എനിക്ക് ഡിമാൻഡ് വയ്ക്കാം. സഭയെ ഇട്ട് ദണ്ഡിപ്പിക്കരുത്, പാസ്റ്ററെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ഉഴപ്പി തല്ലിയുള്ള പരിപാടി നിർത്താൻ പോയി. ഇതൊരു ദൂതായിട്ട് ഇന്ന് രാത്രി സാറേ ഞാൻ അങ്ങോട്ട് കൈമാറുക. ഒരെണ്ണത്തിന്റെ പ്രാർത്ഥന എടുക്കരുത് കേട്ടോ. ചൊവ്വനരെ ദൈവസന്നിധി വരാത്തത്. ക്ലാസ് തുടങ്ങിയ ആടിയും തൂങ്ങി ക്ലാസ് പകുതിയാവുമ്പോൾ വന്ന് കയറും. എന്തിനാ വരുന്നത്? എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ദൈവസന്നിധിയിൽ നേരില്ലെങ്കിൽ നിന്റെ വിഷയത്തിൽ ദൈവം എങ്ങനെ പോരാടുവെന്നതാണ്. നീ ആർക്കെതിരെയാ നിൽക്കുന്നത്? പിശാചിനെതിരെ. അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് നടക്കുക. അന്നേരം വിഴുങ്ങാൻ പറ്റിയ നിലയിൽ നീ നിന്നു കൊടുക്കുന്നു. ഏതാ? പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല, ജീവിതത്തിലും സ്ഥിരതയില്ല, വിശ്വാസത്തിലും സ്ഥിരതയില്ല. വന്നേ വന്ന് പോയേ പോയി. KKPP എന്ന് പറയും. KKPP. അങ്ങ് നമ്മുടെ ഇടയിൽ ഒത്തിരി വിശ്വാസികൾ KKPP. കിട്ടിയാ കിട്ടി, പോയാ പോയി. അത്രയുള്ള അവർക്ക് KKPP. ഞങ്ങളുടെ സഭയിൽ ഒത്തിരി KKPP ഉണ്ടായിരുന്നു. കിട്ടിയാ കിട്ടി, പോയാ പോയി. അവരുടെ ഈ വരുന്ന ഒത്തേലൊത്ത് പരിപാടി നിർത്തിക്കോണം കേട്ടോ. പരിപാടി നിർത്തിക്കോണം. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ദാവീദ് രേഖ എഴുതി, ദാനിയേൽ രേഖ എഴുതി എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. അത് യഹൂദന്റെ രീതിയാണ്. പ്രവാസ ഭൂമിയിൽ പോയി പാർത്താലും വീടിനൊരു മാളിക മുറി കാണും. ഒരു മാളിക മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോർ പോലെ ഒരു തട്ട് വീട്, അതിനൊരു കിളിവാതിൽ കാണും. ആ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട്, കിഴക്കോട്ടല്ല, എല്ലാരും കിഴക്കോട്ടല്ല, ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് എവിടെയാണ് യെരൂശലേം ദേവാലയം ഇരിക്കുന്നത് അങ്ങോട്ട് തുറന്നിടും. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ലക്ഷ്യമാക്കി നിൽക്കുന്നു എന്നുള്ളത് അർത്ഥമാണ്. അല്ലാതെ അതിലൊന്നും വലിയ പ്രാധാന്യമില്ല. അതെപ്പോഴും തുറന്നു കിടക്കുക. അത് അടയ്ക്കുന്ന പരിപാടിയില്ല. എപ്പം വേണേലും വന്നിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ എല്ലാം തൂത്തും തുടച്ചും ചരന്തി അടിച്ച് കയറിയിരിക്കുകയല്ല. അത് ഇങ്ങനെ തുറന്നു കിടക്കുക. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം. എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ അടിവര കേട്ടോ ആ വാക്യം കേട്ടോ. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. നിങ്ങളതാ കുറിക്കൊണ്ട് നിങ്ങളുടെ വേദപുസ്തകത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നേരത്തെ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പൊ നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു ദാനിയേൽ 3 പ്രാവശ്യം. അല്ലാതെ രേഖ എഴുതുന്നതിന് മുൻപേ ഉഴപ്പിത്തല്ലി നടക്കുകയല്ലായിരുന്നു. രേഖ എഴുതിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോ വെപ്രാളം തല്ലി 3 പ്രാവശ്യം ആക്കിയതല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്ഥിരത. നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ വെപ്രാളപ്പെടേണ്ടി വരികയില്ല, പരാക്രമം നല്ലേണ്ടി വരിക. നമ്മുടെ സഭയിലൊക്കെ നോക്കിയാൽ മതി. ഒരു സൂക്കേട് വരുമ്പോഴത്തേക്ക് സഭയിൽ എന്തുണ്ട്? ഞങ്ങളുടെ വീട്ടിൽ ഉപവാസം. വാസുവേ, ആരെങ്കിലും 2 പ്രവാചകന്മാരെ വിളിക്കണം. ഒരു ഉപവാസം വേണം. അച്ഛന് തീർത്തും വയ്യ. ഈ അച്ഛന് വയ്യാഴിയൊക്കെ വരുമെന്ന് നിനക്ക് നേരത്തെ അറിയരുത്. നീ നേരെ റെഗുലറായിട്ട് പ്രാർത്ഥിക്കുകയും കുടുംബത്തിലെ ഇടയ്ക്കിടയ്ക്ക് ദൈവസഭയെ വിളിച്ച് ഒരു പ്രാർത്ഥന എല്ലപ്പോഴും ഒക്കെ വീട്ടിലൊരു പ്രാർത്ഥന വെക്കുന്നേ. എടാ, നിനക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ, നിന്റെ ദൂരെ കിടക്കുന്ന ബന്ധുക്കളും സഹോദരനും സഹോദരിയും ഒക്കെ ഓടി വരുന്നതിന് മുമ്പേ വിഷയം കേട്ടാ മാറാതെ കയറി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നിന്റെ സഭയിലെ വിശ്വാസമില്ലല്ലേ? അല്ലേ? നിന്റെ കൂടപ്പുറപ്പുകൾ ഓടി വരുക. അതുപോലെ ചെയ്യാ എന്ന് കേട്ട് കഴിഞ്ഞാൽ സഭയിൽ നിന്ന് വിശ്വാസികളെല്ലാം കൂടെ
സഹോദരന്മാരും സഹോദരിമാരും കാണാൻ വരും, പ്രാർത്ഥിച്ചു പോകും. അത്രയും നെഞ്ചിന് വേദന ആർക്കാവുള്ളേ? ഒന്നും കൂടപ്പുറപ്പിലില്ലല്ലോ, തിരക്ക് പോലും ഇല്ലായിരിക്കും. ചിലപ്പോ അയ്യെന്നറിഞ്ഞ ഒന്ന് വിളിച്ചു പോലും ചോദിക്കുക. ഞാനൊരിക്കലേ ആശുപത്രി കിടക്കുക. അപ്പൊ എന്റെ ഇളയ ഒരു സഹോദരി, എന്റെ മൂത്ത സ്വന്തമാകട്ടോ, അല്ലാതെ വേറൊന്നുമല്ല, എന്റെ മൂത്ത സഹോദരിയോട് വിളിച്ചു പറഞ്ഞു, ചോദിച്ചാലെ വയ്യാതെ ആശുപത്രിയിലാന്ന് പറഞ്ഞു. മൂത്ത സഹോദരി എടുത്ത വായിക്കും, ഇവൻ ഇതേ പണിയുള്ളൂ. എങ്ങനെയിരിക്കുന്നു, ഇവൻ ഇതേ പണിയുള്ളൂ എന്ന് പറഞ്ഞ് എന്നും ആശുപത്രി കിടപ്പാണോ? ഞാൻ എന്നാ ചെയ്യാൻ? ഇത്രയുള്ള കൂടപ്പറമ്പുകളൊക്കെ. ദൈവമക്കള് മാറാതെ തോരാതെ വരികയും പ്രാർത്ഥിക്കുക, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെ, ചെയിൻ പ്രയറിൽ പ്രാർത്ഥിക്കുക. ഞാനിപ്പോ കേട്ടു ഇതെല്ലാം വിഷയങ്ങളായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത്. വീട് കിട്ടാൻ, കാലിന്റെ അസ്ഥിയുടെ രോഗം മാറാൻ, കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന്, എന്തെല്ലാം കാര്യങ്ങളായി ഇപ്പോൾ എടുത്തെടുത്ത് പ്രാർത്ഥിച്ചത്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ, നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പിനോടൊന്ന് വിളിച്ചു നോക്കിയേ, നീ ഈ കാര്യം വല്ലതും പ്രാർത്ഥിച്ചോ? ഇല്ല. അവരിത് അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. നിന്റെ കാലയിൽ അസ്ഥി വളർത്തുന്നെന്നും അവിടെ വേദനയുണ്ടെന്നും അവരാരും അറിഞ്ഞു പോലും ഇല്ലല്ലോ. അതിന്റെ ചങ്കരി വേദന പാസ്റ്റർക്കാവുന്നത്. അതോർത്ത് കിടന്ന് പ്രാർത്ഥിച്ചത്, കെട്ടിക്കിടന്ന് പ്രാർത്ഥിച്ചത് ദൈവമക്കളാണ്. അതുകൊണ്ടേ ഈ ദൈവസഭ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊന്ന് വിളിച്ചു കൂട്ടാൻ, ഒരു നേരത്തെ ആഹാരം അവർക്കൊന്ന് വെച്ച് വിളമ്പി കൊടുക്കുക. അതൊരു സന്തോഷമല്ലേ? ചിലർ വീട്ടുപ്രാർത്ഥന വെക്കുക, എന്നാ കാപ്പി ഉണ്ടാക്കണം, ആഹാരം കൊടുക്കാനുള്ള. ഞാൻ എന്റെ സഭയെ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് മീറ്റിംഗ് മാറ്റി വെക്കരുത്. ഞാൻ സമ്മതിക്കുകയില്ല. എന്നല്ല, ഒരെണ്ണം കുടുംബ പ്രാർത്ഥന വെച്ചിട്ട് ആഹാരം ഉണ്ടാക്കാതിരിക്കരുത്. നീ എന്തിനെല്ലാം കാശ് മുടക്കുന്നു? പിന്നെ നിന്നെ ഓർത്ത് നിലവിളിക്കുന്ന ദൈവദാസനും ദൈവമക്കൾക്കും അതും വർഷത്തിൽ ഒരു പ്രാവശ്യം കുടുംബ പ്രാർത്ഥന വരുന്നത്. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിനക്ക് ഇത്ര ദാരിദ്ര്യമാണോ? എടാ, നീ ചായക്കടയിൽ പറഞ്ഞാൽ മതിയല്ലോ, 10 പൊറോട്ടയും മേടിച്ച് ഒരു ചിക്കനും മേടിച്ച് കറി വെച്ച് ഈ ദൈവമക്കൾക്ക് ഒരു നേരത്തെ ഒരു ആഹാരം കൊടുത്ത് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് കൂടെ ഇരുന്ന് വിളമ്പിയും തിന്നും. ആ സന്തോഷം നിന്റെ കൂടപ്പുറപ്പെല്ലാം കൂടെ വന്നാൽ തീരുവോ? നിന്റെ ചേർത്തി അനിയത്തിയും അമ്മാച്ചനും എല്ലാം കൂടെ വന്നാൽ നിന്നെ കുറ്റവും പറഞ്ഞേച്ചു പോകും. അവസാനം ചില ഹൃദയത്തെ മുറി വെപ്പിച്ചു പോകും. ദൈവമക്കളെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറയുന്നത് അതുകൊണ്ടേ ഈ കൂട്ടായ്മകൾ കുറയ്ക്കരുത്. ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ഞാനത് നിർബന്ധിക്കുമായിരുന്നു. ഞാനിരുന്ന സഭകളിലൊക്കെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഒരെണ്ണം. കാരണം ഈ വീട്ടു പ്രാർത്ഥനയൊക്കെ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഈ പെട്ടെന്ന് പിന്നെ ഈ സൂക്കേട് വന്ന് കയറുന്ന പോലെ വരുന്നതല്ല ഇത് വീട്ടു പ്രാർത്ഥനയെ. അപ്പൊ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പൊ നിനക്കിത് അറിയരുതോ എന്നായിരിക്കും, ഏത് മാസമായ അല്ലെങ്കിൽ എത്രാമത്തെ ആഴ്ചയല്ല എന്റെ വീട്ടിലെ പ്രാർത്ഥന. നിനക്ക് 10 രൂപ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനില്ലേ? ഇല്ലേ? ഇത്ര ദാരിദ്ര്യം നിന്റെ ദൈവം ഇങ്ങനെയൊന്നും ദരിദ്രവാസിയായി പോയോ? കൂടി കളിപ്പീര് പരിപാടിയൊക്കെ നിർത്ത്. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാ. ദാനിയേല് രേഖ എഴുതി എന്ന് കേട്ടപ്പോ എപ്രാളം തല്ലി. ഞാൻ എന്നാ ചെയ്യണ്ടെന്നും കണ്ട് 30 ദിവസം പ്രാർത്ഥന അങ്ങ് വെക്കുകയായിരുന്നില്ല, 21 ദിവസം ഉപവാസം ഇരിക്കുകയായിരുന്നില്ല. അതിന്റെ ആവശ്യമില്ല. മുമ്പേ ചെയ്തു വന്നതുപോലെ. കാരണം സ്ഥിരമായൊരു പ്രാർത്ഥനാ ജീവിതം അവനുണ്ടായിരുന്നു. അതുകൊണ്ടൊരു പ്രശ്നം വന്നു എന്ന് കേട്ടപ്പോൾ അവൻ വെപ്രാളം തല്ലിയില്ല. ഒരു പ്രശ്നം അവനെതിരെ എഴുന്നേറ്റ് വന്നപ്പോൾ അവന്റെ വിശ്വാസം ചോർന്നു പോയില്ല. എനിക്ക് ദാനിയേലിനോടുള്ള ബഹുമാനം അതാണ്. നേരത്തെ എന്ത് ചെയ്തു വന്നു അതാ വിശ്വാസത്തിന്റെ സ്ഥിരത എന്നൊക്കെ പറയുന്ന വിശ്വാസത്തിന്റെ സ്ഥിരത. മുമ്പേ ചെയ്തു പോലെ തന്നെ ദൈവവേദന്റെ ആത്മീയ ജീവിതത്തിലെ കരുത്തുറ്റൊരായുധമാണ്
വിശ്വാസത്തിന്റെ സ്ഥിരത. പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ അത് നമ്മളെ വിജയത്തിലെത്തിക്കും. കൊലോസ്യ ലേഖനം നടത്തിയ കൊലോസ്യർ 1:23. കൊലോസ്യർ 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ വിശ്വാസത്തിൽ ഇളകാതെ, സത്യത്തിൽ ഇളകാതെ എന്നല്ല, അവിടെ ഭൂകമ്പാഘാതമേൽക്കാതെ എന്നൊരു പദമാണ്. കാരണം ഈ കൊലോസ്യ എന്ന് പറഞ്ഞ ഈ പട്ടണം ഈ വോൾക്കനോസ്, എന്താ മലയാളം പറയുന്നേ, വോൾക്കനോസ്, ഈ അല്ലല്ലോ, അഗ്നിപർവ്വതം സോറി, അഗ്നിപർവ്വതം ധാരാളമുള്ള ഒരു സ്ഥലമായി കൊലോസ് എന്ന് പറഞ്ഞ പ്രവിശ്യ. അതുകൊണ്ട് ഏത് സമയം അവിടെ ഈ ഭൂമികുലുക്കം ഉണ്ടാകും. ഭൂമികുലുക്കം അത് ഇടയ്ക്കിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് റിയാൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ വലിയ അധികം ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ല. നമുക്ക് അതിനെ കുറിച്ച് പേടിയില്ല. എന്നാൽ ചില രാജ്യങ്ങൾ ഇടയ്ക്കിടെ എല്ലാം ഈ കഴിഞ്ഞ ദിവസവും പലയിടത്തും ഭൂമികുലുക്കം ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാ വിശ്വാസാഘാതമുണ്ടാകാതെ, വിശ്വാസത്തിന്റെ പ്രകമ്പനമുണ്ടാകാതെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ കുലുങ്ങിപ്പോകരുതെന്ന് ഈ പറഞ്ഞത്. സ്ഥിരതയുള്ളവരായി, നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയെ നിങ്ങൾ ശ്രദ്ധിച്ചോ? 1:23 ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിക്കും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരാണ്. ഇളകരുത്, അടിസ്ഥാനപ്പെട്ടവരാകണം എന്ന് പറഞ്ഞു പറയുകയാണ്. സ്ഥിരതയുള്ളവരുമായി. വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനുഷ്യരാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എലിയാവിന് സംഭവിച്ചിട്ടുണ്ട്, ദാവീദിന് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ, പൗലോസിന് സംഭവിച്ചിട്ടുണ്ട്. അതൊരു വലിയ പാപമോ കുറ്റമോ ആയിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും വിശ്വാസത്തിന് വലിയ ഏറ്റക്കുറച്ചിലുകൾ കൂടാതെ നിൽക്കാൻ പറ്റിയില്ലേ? പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഇത്രയും പരാക്രമം തല്ലണോ? ചിലരുടെ ക്രിസ്തീയ ജീവിതം കണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തീയ ജീവിതം ഇത്രയും പരാക്രമം അർഹിക്കുന്നില്ല. ഒരു ബഹളവും എന്തൊരു പരാക്രമമാണ് ചിലരുടെ ജീവിതം. സ്ഥിരതയുള്ളവരാ. നിങ്ങൾ ആ 2:5 കൂടെ ഒന്ന് വായിക്കാമോ? 2:5. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. വിശ്വാസത്തിന്റെ സ്ഥിരത